അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 39 ആദ്യത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, 15 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം ലഭിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 15 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരമാണ് വരയ്ക്കേണ്ടത് അല്ലേ. അതായത് ഇതാണ് നമ്മുടെ സമചതുരം. ഇതിൻ്റെ ചുറ്റളവ് നമുക്ക് വന്നിട്ടുണ്ട്, പെരിമീറ്റർ വന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഈ എല്ലാ വശങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് അല്ലേ, അത് നീർത്തി വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ഉണ്ടായിരിക്കും, 15 സെന്റിമീറ്റർ ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഇതൊരു 15 സെന്റിമീറ്റർ. ഇനി ഈ 15 സെന്റിമീറ്റർ നമ്മൾ ഈക്വൽ ഭാഗങ്ങളാക്കുന്നു അല്ലേ. അപ്പോഴാണ് നമുക്ക് ഒരു വശത്തിൻ്റെ നീളം കിട്ടുക. അപ്പോൾ 15 സെന്റിമീറ്റർ നമുക്ക് വേണം 4 ഈക്വൽ ഭാഗങ്ങളാക്കണം. ഈക്വൽ ഭാഗങ്ങളാക്കാൻ കാരണം എന്താണ്, അത് സ്ക്വയർ ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഈക്വലായിട്ട് 4 ഭാഗങ്ങളാക്കണം. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ വളച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രൂപത്തിലുള്ള സ്ക്വയർ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 15 സെന്റിമീറ്റർ നീളമുള്ള, നാം കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കണം അല്ലേ. അതിനെയാണ് നാം 4 ഈക്വൽ ഭാഗങ്ങളാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരക്കാം. ഇപ്പം ഞാനിവിടെ 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. ഇനി നമ്മളിത് എന്ത് വേണം, ഇതിനെ 4 തുല്യ ഭാഗങ്ങളാക്കണം അല്ലേ. തുല്യ ഭാഗങ്ങളാക്കാൻ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, നാം മറ്റൊരു ലൈൻ ഇവിടെ നിന്ന് മറ്റൊരു ലൈൻ വരയ്ക്കണം വേണ്ടേ. അതിൻ്റെ നീളം എത്രയായിരിക്കണം, നമുക്കറിയാം 4 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത് അല്ലേ. അതായത് നമുക്ക് 15 താഴെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ. അപ്പോൾ 4 തുല്യ ഭാഗങ്ങളാക്കണമെങ്കിൽ എന്ത് വേണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 4ന്റെ മൾട്ടിപ്പിൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നാം നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒന്നുകിൽ 4 സെന്റിമീറ്റർ എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് 1 1 1 എന്ന രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ 4ന്റെ അടുത്ത ഗുണിതം 8 എടുക്കാം, അല്ലെങ്കിൽ 12, പിന്നെ 16 അല്ലേ. ആ 16 എടുക്കേണ്ട കാര്യം ഇതിനേക്കാൾ വലുതല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒന്നുകിൽ 8 അല്ലെങ്കിൽ 12 നമുക്ക് എടുക്കാം. അപ്പോൾ 8 എടുക്കുകയാണെങ്കിൽ നാം 8നെ നമ്മളെങ്ങനെ ഡിവൈഡ് ചെയ്യും, 4 ഈക്വൽ പാർട്ടായിട്ട് 2 2 2 അല്ലേ. 2 2 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 12 ആണെങ്കിൽ നമുക്ക് 3 സെന്റിമീറ്റർ ആ രൂപത്തിൽ നമുക്ക് 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 8 12 നമുക്ക് എടുക്കാം. ഇപ്പോൾ 12 എടുത്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് 12 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കണം വേണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് 12 സെന്റിമീറ്റർ നമുക്ക് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 12 സെന്റിമീറ്റർ നീളത്തിൽ ലൈൻ വരച്ചു. ഇത്രയും മനസ്സിലായല്ലോ. ഇനി എന്തുവാണ്, നമുക്ക് ഈ 12 സെന്റിമീറ്റർ നമ്മൾ വെച്ചത് ഈക്വലായിട്ട് 4 ഭാഗങ്ങളാക്കണം. അപ്പോൾ എത്ര സെന്റിമീറ്റർ വെച്ചെടുക്കണം, 3 × 4 12 അല്ലേ. 3 സെന്റിമീറ്റർ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിനെ 4 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റും. അപ്പോൾ അടയാളപ്പെടുത്താം, 1 2 3 4. അപ്പോൾ നമ്മളിതിനെ 4 തുല്യ ഭാഗങ്ങളാക്കി. ഇനി എന്ത് വേണം, ഈ അവസാനത്തെ പോയിന്റും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ ഈ രണ്ടറ്റവും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി എന്ത് വേണം, നമുക്ക് ഇതിന് പാരലായിക്കൊണ്ട് ഈ പോയിന്റിൽ വരകൾ വരയ്ക്കണം. ആ വരകൾ എന്ത് വേണം, ഈ 15 സെന്റിമീറ്ററിനെ കട്ട് ചെയ്യും അല്ലേ, ഈക്വൽ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ അതിന് എന്ത് വേണം, നമുക്ക് സെറ്റ് സ്ക്വയർ എടുക്കണം. അപ്പോൾ സെറ്റ് സ്ക്വയർ എടുക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് പാരലൽ ലൈനുകൾ വരയ്ക്കേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ ഇതിന് സമാന്തരമായിട്ട് വരകൾ വരയ്ക്കുക. അപ്പോൾ സെറ്റ് സ്ക്വയറിൽ ആദ്യം ഇതിന് സമാന്തരമായിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കിതിനെ കൃത്യമായ രൂപത്തിൽ ഇങ്ങനെ വെക്കുക. ഈ ലൈന് കൃത്യമായിട്ട് വെച്ചു, അതിനുശേഷം അമർത്തി പിടിക്കുക. ശേഷം നമ്മുടെ ഇതിങ്ങനെ ഇതിനോട് ചേർത്തി വെക്കുക അല്ലേ. ഇനി എന്ത് വേണം, ഇതിനെ നമുക്ക് കുറച്ചും കൂടി നീക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ പോയിന്റ് ആകുമ്പോൾ അവിടെ വെച്ച് നിർത്താം. ആദ്യത്തെ പോയിന്റായി അവിടെ വെച്ച് നിർത്തി. ഇനി എന്ത് വേണം, നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു ലൈന് വരയ്ക്കാം. ഇനി എന്ത് വേണം, വീണ്ടും ഇതിനെ ചേർത്ത് തന്നെ പിടിക്കുക. വീണ്ടും നീക്കുക. അടുത്ത പോയിന്റായി അവിടെ എത്തുമ്പോൾ വീണ്ടും ഇതിനമർത്തി പിടിച്ചിട്ട് വീണ്ടും കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ അടുത്ത ലൈൻ കിട്ടി. ഇനി എന്ത് വേണം, വീണ്ടും ഇതിനെ തന്നെ പിടിക്കുക, ഇത് നീക്കി കൊടുക്കുക. അടുത്ത പോയിന്റ് ആകുമ്പോൾ കൃത്യമായിട്ട് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അമർത്തി പിടിച്ചിട്ട് അത് തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ നാം ഈ വരച്ച വര എത്ര സെന്റിമീറ്റർ ആയിരുന്നു, 12 സെന്റിമീറ്റർ അല്ലേ. ഇത് 12 സെന്റിമീറ്റർ ആണ് വരച്ചത്. അതായത് ഈക്വൽ ഭാഗങ്ങളാക്കി എത്ര സെന്റിമീറ്റർ വെച്ചിട്ട്, 3 സെന്റിമീറ്റർ വെച്ചിട്ട് ഈക്വൽ ആക്കി അല്ലേ. എന്നിട്ട് നമ്മളിതിന് പാരലൽ ലൈൻ വരച്ചു. അപ്പോൾ ഈ 15 സെന്റിമീറ്ററിനെ ഈ പോയിന്റുകൾ എന്തായിരിക്കും, ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. അതായത് ഈ സമചതുരത്തിന്റെ സൈഡായി വരുന്നത്
ഇത്രയും നീളമാണ് സൈഡായി വരിക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, എവിടെ വേണമെങ്കിലും വരയ്ക്കാം, നമ്മുടെ സൗകര്യത്തിന് വരയ്ക്കാം. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു സൈഡ് ഇത്രയും ഭാഗമാണ് അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? ഇതേ നീളം തന്നെ എടുക്കാം, സെയിം നീളമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത ഒരു പോയിന്റ് കിട്ടും, ഇവിടെ കട്ട് ചെയ്ത ഒരു പോയിന്റ് കിട്ടും അല്ലേ. ഇവിടെ നമ്മളിങ്ങനെ സമചതുരം വരയ്ക്കണം. അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത്? നമുക്കറിയാം, ആദ്യം ഈ പോയിന്റിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന്, എവിടെ നിന്നായാലും അവിടെ നിന്ന് നമുക്ക് എന്ത് വേണം? ഇതിന് ഒരു ലംബം വരയ്ക്കണം അല്ലേ, പെർപെൻഡിക്കുലർ ആദ്യം വരയ്ക്കണം അല്ലേ. അപ്പൊ നമുക്കതിന് മട്ടം ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമ്മൾ മട്ടം ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് ആ സെന്റർ പോയിന്റ് ഇവിടെ വെക്കുക. അതിനുശേഷം 90 ഡിഗ്രി നോക്കിയിട്ട് അവിടെ പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ആ പോയിന്റ് എനിക്ക് കിട്ടി. ആ പോയിന്റിൽ ഞാൻ 90 ഡിഗ്രി ഇവിടെയാണ്, 90 ഡിഗ്രി മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അതെ, അവർ തമ്മിൽ ഞാൻ കൂട്ടി യോജിപ്പിച്ചു. മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോമ്പസിൽ ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് എടുക്കാം, കോമ്പസ് എടുക്കുക. അപ്പം നമുക്കിത് കോമ്പസ് എടുത്തിട്ട് ഈ അളവ് നമ്മൾ മെഷർ ചെയ്തു. അത് കറക്റ്റായിട്ട് നിങ്ങൾ എടുത്തു. അതിന് ശേഷം എന്ത് വേണം? ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഈ ലൈനെ നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ കോമ്പസ് എടുത്തു, ആ ലൈന് ഞാനത് കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ലൈനിൽ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി അല്ലേ. ഇനി എന്ത് വേണം? അതേ അളവ് വെച്ചുകൊണ്ട് ഇവിടെ വെച്ച് കുത്തിയിട്ട് ഇങ്ങോട്ടും ഒരു ആർക്ക് വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു, നമുക്കൊരു ആർക്ക് കിട്ടി അല്ലേ. ഇനി അതേ അളവ് വെച്ചിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടെയും നമ്മൾ ഒരു ആർക്ക് വരയ്ക്കാം. ആർക്ക് വരച്ചു. അപ്പോൾ ഇവിടെ ഒരു ആർക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഈ രണ്ട് ആർക്കുകൾ നമ്മൾ കട്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടി, ഇവിടെ ഈ ലൈനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടി അല്ലേ. ഇതൊക്കെ എത്രയായിരിക്കും? ഇതിൻ്റെ ഈ 15 സെന്റിമീറ്റർ 4 ഭാഗമായിരിക്കും അല്ലേ. ഇനി നമുക്ക് ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചോളൂ. അപ്പോൾ അതെ, ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു. ഇനി ഈ പോയിന്റും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ തമ്മിലും കൂട്ടി യോജിപ്പിച്ചു. ഇതാണ് 15 സെന്റിമീറ്റർ ചുറ്റളവിലുള്ള സമചതുരം. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരയ്ക്കാം, എവിടേക്ക് വേണമെങ്കിൽ വരച്ചോ, കുഴപ്പമില്ല. ഈ രൂപത്തിലാണ് നാം വരയ്ക്കേണ്ടത്. ഇതാണ് 15 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരം. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. ഈ 4 പ്രാവശ്യം നമ്മളിങ്ങനെ വരച്ചല്ലോ അല്ലേ, അതായത് 3 പാരലൽ ലൈൻ വരച്ചു. ഇത് അല്ലാതെയും നമുക്ക് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുക? നമുക്കറിയാം, ഇവിടെ പെരിമീറ്റർ 15 സെന്റിമീറ്റർ ആണ് അല്ലേ. അതായത് 4 വക്കുകളും ഇവിടെ ഈക്വൽ ആണ്. ശ്രദ്ധിക്കുക, ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ 4ൽ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ലെങ്തായി വരുന്നത് അല്ലേ. ഈ സമചതുരത്തിൻ്റെ ഒരു ലെങ്തായിട്ട് വരുന്നത് 4ൽ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ 15 സെന്റിമീറ്ററിനെ 4 തുല്യ ഭാഗങ്ങളാക്കി ഭാഗിക്കുന്നതിന് പകരം 15ന്റെ പകുതി എത്രയാണ്? 7.5 സെന്റിമീറ്റർ അല്ലേ. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെ 7.5 സെന്റിമീറ്റർ ആണ്. 7.5 സെന്റിമീറ്ററിനെ നമ്മൾ 2 ഭാഗിച്ചാലും മതി അല്ലേ. അപ്പോൾ 7.5 സെന്റിമീറ്ററിനെ 2 ഭാഗിച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഈ നീളം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ രൂപത്തിൽ വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാത്ത രൂപത്തിൽ വേണ്ടവർക്ക് 7.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കാം. അതായത് 4A ആണ് 15 അല്ലേ. 4 സൈഡുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 15. 2A എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് ഒരു നീളവും ഒരു വീതിയും തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇതിൻ്റെ പകുതി കിട്ടും അല്ലേ. അതായത് 7.5 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ 7.5 എത്ര ആക്കിയാൽ മതി? 2 ആക്കിയാൽ മതി അല്ലേ. അപ്പോഴും നമുക്ക് ഈ നീളം തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ 7.5 വരയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം, നമ്മൾ ചെയ്യാറുള്ള പോലെ അല്ലേ. അത് നമ്മൾ എത്ര എടുക്കേണ്ടി വരും? 7.5ക്ക് താഴെയുള്ള ഒരു നമ്പർ എടുക്കാം. നമുക്ക് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം? അതിൻ്റെ 4 വേണ്ട, കാരണം എന്താണ്? 2 ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 6 സെന്റിമീറ്റർ എടുക്കണം. അപ്പോൾ 2ന്റെ മൾട്ടിപ്പിൾ നോക്കാം. അപ്പോൾ 6 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ 3 എന്ന രൂപത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 6 സെന്റിമീറ്റർ വരച്ച് ഇതിനെന്ത് ചെയ്യാം? 2 ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മളിങ്ങനെ ഇതിനെ കൂട്ടിമുട്ടിച്ചു. ഇതിന് പാരലൽ വരച്ച് എന്തായിരിക്കും? ഈ 7.5 സെന്റിമീറ്ററിനെ 2 ഡിവൈഡ് ചെയ്തു. അതായത് 7.5 സെന്റിമീറ്റർ 2 ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാലും 15 സെന്റിമീറ്ററിനെ 4 ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ലെങ്ത് സെയിം ആണ് അല്ലേ. ഇവിടെ ഒരു ലംബം വരച്ചു, ഈ നീളം മെഷർ ചെയ്യുക, ആർക്ക് വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആർക്ക് വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ആർക്ക് വരച്ചു. ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോഴും നമുക്ക് ഇതേ അളവിലുള്ള സ്ക്വയർ തന്നെയായിരിക്കും കിട്ടുക. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിന്ന് തിരഞ്ഞെടുക്കാം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. 20 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഷഡ്ഭുജം വരയ്ക്കുക. ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കണം. അതിൻ്റെ പെരിമീറ്റർ 20 സെന്റിമീറ്റർ. അപ്പോൾ ഒരു റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഇതേ രൂപത്തിലായിരിക്കും അല്ലേ. അപ്പോൾ സമഷഡ്ഭുജമായതുകൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും.
അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്നിട്ടുണ്ടല്ലോ, സമഷഡ്ഭുജത്തിൻ്റെ പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം എത്രയായിരിക്കും? 20നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം എ എന്ന് പറയുന്നത് 20/6 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് സ്കെയിലിൽ എടുക്കൽ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിൻ്റെ പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ പൊട്ടിച്ചിട്ട് ഇവിടെ നീർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 20 സെൻറ്റിമീറ്ററിലുള്ള ഒരു വരയാണ് കിട്ടുക അല്ലേ? അപ്പോൾ അതായത് ഇപ്പോൾ നമുക്കിങ്ങനെ 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ, അതിനെത്രയാക്കണം? അതിനെത്ര ഭാഗങ്ങളാക്കണം? 6 തുല്യ ഭാഗങ്ങളാക്കണം അല്ലേ? അപ്പോൾ 1, 2, 3, 4, 5, 6 തുല്യ ഭാഗങ്ങളാക്കണം. അതിനെ നമ്മളിങ്ങനെ ഇതേ രൂപത്തിൽ ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സമഷഡ്ഭുജം കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യാം? 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക ആദ്യം അല്ലേ? ഇനി അതിനെയാണ് നമ്മൾ 6 ഡിവൈഡ് ചെയ്യേണ്ടത്, തുല്യ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ ഞാനതാ 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. ഇനി നമുക്ക് എന്ത് വേണം? ഇതിനെ 6 തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കണം. ആ ലൈനിൻ്റെ നീളം എത്രയായിരിക്കണം? നമുക്കറിയാം 20ന് താഴെയുള്ള ഏതെങ്കിലും ഒരു അല്ലേ 6 ഭാഗങ്ങളാക്കിയാണ് ആക്കണം. അതുകൊണ്ട് നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന സംഖ്യ എടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നുകിൽ 6 എടുക്കാം, അല്ലെങ്കിൽ 12, അല്ലെങ്കിൽ 18 അല്ലേ? ഇതൊക്കെ എടുക്കാം. അപ്പോൾ 6 ആണെങ്കിൽ നമുക്ക് ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടി വരിക അല്ലേ? 12 ആണെങ്കിലോ 2 സെൻറ്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 തുല്യ ഭാഗങ്ങൾ കിട്ടും അല്ലേ? ഇനി 18 ആണെങ്കിലോ 3 സെൻറ്റിമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 തുല്യ ഭാഗങ്ങൾ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സമഷഡ്ഭുജം വരയ്ക്കേണ്ടത്. നാം ഇവിടെ ഇപ്പോൾ 18 സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. 18 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് 18 സെൻറ്റിമീറ്റർ ഇങ്ങനെ ലൈൻ വരയ്ക്കും അല്ലേ? അതിനുശേഷം നമ്മൾ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 6 തുല്യ ഭാഗങ്ങളാക്കി അല്ലേ? തുല്യ ഭാഗങ്ങളാക്കി അതിനുശേഷം ഈ ഏറ്റവും നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമ്മൾ ഓരോന്നിനെയും ഇങ്ങനെ 6 ബാക്കി ഉള്ള പോയിന്റുകൾ മുഴുവൻ ഇങ്ങനെ പാരൽ ലൈനുകൾ വരയ്ക്കണം അല്ലേ? എന്നിട്ട് നമുക്കിവിടെ അപ്പോൾ 6 ഈക്വൽ ഭാഗങ്ങളാക്കി മാറ്റി അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ സമഷഡ്ഭുജം വരയ്ക്കും. അപ്പോൾ നമുക്കിവിടെ ഈ 6 സമാന്തര രേഖകൾ വരയ്ക്കുന്നതിന് പകരം കുറെ കൂടി ലളിതമായ രീതിയിൽ നമുക്കിതിനെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ, അതായത് 6 വശങ്ങളുടെ നീളമാണ് 20 സെൻറ്റിമീറ്റർ അല്ലേ? അത് 6a = 20. അങ്ങനെയാണെങ്കിൽ 3 വശങ്ങളുടെ ഇതിൻ്റെ പകുതി എടുക്കാം. 3 വശങ്ങളുടെ നീളം എത്രയായിരിക്കും? 3 എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ 20 സെൻറ്റിമീറ്റർ വരച്ചിട്ട് 6 ഭാഗങ്ങളാക്കുന്നതിന് തുല്യമാണ് 20ൻ്റെ പകുതി. ഇത് 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ ഇതിൻ്റെ പകുതി നമ്മൾ എടുത്ത് എത്ര വരും? നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 സെൻറ്റിമീറ്റർ അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 സെൻറ്റിമീറ്ററിനെ 3 ഈക്വൽ ഭാഗങ്ങളാക്കിയാൽ മതി. 20 സെൻറ്റിമീറ്റർ വരച്ച് 6 ഈക്വൽ ഭാഗങ്ങളാക്കുന്നതിന് പകരം 10 സെൻറ്റിമീറ്റർ അതിൻ്റെ പകുതി എടുത്തു. 10 സെൻറ്റിമീറ്റർ വരച്ചുകൊണ്ട് നമുക്ക് എത്ര ഭാഗമാക്കിയാൽ മതി? 3 തുല്യ ഭാഗങ്ങളാക്കിയാൽ മതി. അപ്പോഴും ഈ നീളം എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്? ഇനി ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതേ രൂപത്തിൽ ചെയ്യുക. 20 സെൻറ്റിമീറ്റർ എടുക്കുക, 18 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക, അതിനെ 6 ഭാഗങ്ങളാക്കുക, അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്യുക. മനസ്സിലായല്ലോ? ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഇങ്ങനെ ചെയ്യുന്നത് അത് 3 വശങ്ങളുടെ നീളം 10 ആണ്. അപ്പോൾ ആ 10 സെൻറ്റിമീറ്ററിനെയാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിവിടെ 10 ആക്കി. അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ ആണ് എൻ്റെ അളവെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്ററിനെ ആണ് നമ്മൾ 3 ആക്കി കട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ എത്ര വരയ്ക്കേണ്ടി വരും? 10ന് താഴെ 3 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റിയ ലൈൻ വരച്ചാൽ മതി. അതായത് 3ൻ്റെ ഗുണിതങ്ങൾ അല്ലേ? ഏതൊക്കെ വരും? 3, 6, 9. അപ്പോൾ ഇവിടെ നമുക്ക് 9 എടുക്കാം. 9 എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 സെൻറ്റിമീറ്റർ വെച്ച് അല്ലേ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? 9 സെൻറ്റിമീറ്ററിലുള്ള ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇവിടെ 9 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. ഇനി അതിനെന്ത് ചെയ്യണം? 3 തുല്യ ഭാഗങ്ങളാക്കണം അല്ലേ? അപ്പോൾ 3, 3, 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇതിനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഭാഗങ്ങളാക്കി തുല്യ ഭാഗങ്ങൾ സ്കെയിൽ വെച്ച് തുല്യ ഭാഗങ്ങളാക്കി 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കും. അപ്പോൾ ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്ക് എന്ത് വേണം?
ഈ പോയിന്റിന് പാരലായിട്ട് വരയ്ക്കണം അല്ലേ, ഈ ലൈനിന് പാരലായിട്ട് ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കണം. നമ്മൾ സെറ്റ് സ്കോർ എടുക്കുക. നമ്മൾ മറ്റേ രൂപത്തിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, 6 എണ്ണം വരയ്ക്കണം അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഏത് രൂപത്തിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ 20 സെൻറ്റിമീറ്റർ എടുത്തവരെന്ത് ചെയ്യാം, ഇവിടെ 18 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് എന്ത് വേണം, 3 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്യാം. 2ന് പകരം എത്ര പോയിന്റ് കിട്ടും, 5 പോയിന്റ് കിട്ടും അല്ലേ. അപ്പോൾ 5 പോയിന്റിന് ഇങ്ങനെ പാരലൽ ലൈൻ വരക്കാം. വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പോൾ പാരലൽ ലൈൻ വരക്കുന്നത് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ വളരെ വിശദമായി പറഞ്ഞു അല്ല. ഇനി വേഗം വേഗം വരയ്ക്കാം. ഇതിന് പാരലായിട്ട് വെച്ചു, കുറച്ചങ്ങോട്ട് നീക്കി വെക്കാം. പാരലായിട്ട് വെച്ചു. ഇനി എന്ത് വേണം, ഇതിന് ചേർത്ത് വെച്ചു. അതിനുശേഷം ഇതിനിങ്ങനെ നീക്കി ആദ്യത്തെ പോയിന്റ് വന്നു, അവിടെ വെച്ച് നിർത്തി, അവിടെ നിന്ന് കൂട്ടി യോജിപ്പിച്ചു. അടുത്ത പോയിന്റിലേക്ക് നീക്കി. അപ്പോൾ അടുത്ത പോയിന്റ് എത്തി, അവിടെ നിന്ന് അടുത്ത ലൈൻ വരച്ചു. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ 2 പാരലൽ ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ 20 എടുത്തവരെ എത്ര വരയ്ക്കേണ്ടി വരും, 5 പോയിന്റുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 5 ലൈൻ വരയ്ക്കും ഇതേപോലെ തന്നെ. അപ്പോൾ എങ്ങനെ വരച്ചാലും ഈ ലെങ്ത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് 20നെ 6 പീസ് ആക്കുന്നതും 10നെ 3 പീസ് ആക്കുന്നതും ഈക്വൽ ആയിരിക്കും അല്ലേ. അങ്ങനെ ഇനിയാണ് നമ്മുടെ അടുത്ത ഘട്ടം. ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഹെക്സഗണിൻ്റെ ഒരു സൈഡായിട്ട് വരിക, ഇത്രയും ഭാഗമാണ്. അപ്പോൾ ഇനി നമുക്ക് ഹെക്സഗൺ വരയ്ക്കണം. ഇത് മൊത്തമാണ് കേട്ടോ 10 സെൻറ്റിമീറ്റർ. ഞാനിവിടെ വരയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടി നീക്കി എഴുതിയെന്നുള്ളൂ. ഹെക്സഗൺ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയില്ലാത്തവർ ശരിക്കും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഒരു സൈഡ്, അതായത് ഇപ്പോൾ മുകളിലത്തെ സൈഡ് ഇതാണെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസ് എടുക്കുക. ഈ സൈഡിൻ്റെ അളവ് കൃത്യമായിട്ട് കോമ്പസിൽ എടുക്കുക. അങ്ങനെ കോമ്പസ് എടുത്തിട്ട് ഈ കൃത്യമായിട്ടുള്ള അളവ് കോമ്പസിൽ എടുത്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് ഇതാണ് നമ്മുടെ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്, നമ്മുടെ ഒരു സൈഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കുത്തിയിട്ട് നാം ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് വരച്ചു. ഇനി അതേ അളവ് വെച്ചിട്ട് ഇവിടെ കുത്തിയിട്ടും ഒരു ആർക്ക് വരയ്ക്കുക. ഈ 2 ആർക്കുകളും തമ്മിൽ കൂട്ടിമുട്ടി അല്ലേ. കൂട്ടിമുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ഇവിടെ നമുക്കൊരു ത്രികോണം വരയ്ക്കാം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അതേ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് അതേ അളവ് ഉപയോഗിച്ച് തന്നെ നാം ഈ പോയിന്റിൽ കുത്തിയിട്ട്, ശ്രദ്ധിക്കുക, ഈ പോയിന്റിൽ കുത്തിയിട്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കണം. ഇവിടെ അതേ കോമ്പസ് കുത്തി ഈ അളവ് കണ്ട. അപ്പോൾ നമ്മൾക്കൊരു സർക്കിൾ കിട്ടി. അപ്പോൾ നമ്മുടെ കോമ്പസിൽ ആദ്യം എടുത്ത അളവിന് ഒരു വ്യത്യാസമില്ല. അതേ അളവ്, ഈ സൈഡിൻ്റെ അളവ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ, അതിലൊരു വ്യത്യാസമില്ല. ഇനി നമ്മൾ ഇവിടെ കുത്തിയിട്ട്, ഈ പോയിന്റ് കിട്ടിയല്ലോ, ഇവിടെ കുത്തിയിട്ട് ഈ സർക്കിൾ നമ്മൾ കട്ട് ചെയ്തല്ലോ. ഇനി നമ്മൾ ആ പോയിന്റിൽ തന്നെ കുത്തിയിട്ട് ഈ സർക്കിളിനെ ഇവിടെ കട്ട് ചെയ്യുന്നു. ഈ പോയിന്റിൽ കുത്തി ഇതിൻ്റെ സർക്കിളിനെ ഇവിടെയും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അതേ രൂപത്തിൽ തന്നെ ഇവിടെ വെച്ചിട്ട് ഈ സർക്കിളിനെ ഇവിടെ കട്ട് ചെയ്യുന്നു. വെച്ചു, സർക്കിൾ അതേ കട്ട് ചെയ്തു. ഇനി വീണ്ടും ആ പോയിന്റിൽ തന്നെ വെച്ചു, സർക്കിൾ അതേ ഇവിടെയും കട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 പോയിന്റുകൾ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ആദ്യത്തെ സൈഡ്. ഇനി നമുക്ക് ഈ സൈഡിലെ ഈ ഭാഗം കിട്ടണം അല്ലേ. അപ്പോൾ അതിന് കൃത്യമായി സ്കെയിൽ വെച്ചിട്ട് ആ 2 പോയിന്റുകളും കൃത്യമായിട്ട് നോക്കിയിട്ട് അവ തമ്മിൽ ഇതേ കൂട്ടിമുട്ടിച്ചു. അപ്പോൾ നമുക്ക് ഈ സൈഡ് കിട്ടി. ഇനി അടുത്ത സൈഡ് ഈ പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സൈഡ് കിട്ടി. ഇനി ഈ പോയിന്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് അടിയിലത്തെ സൈഡ് കിട്ടി. ഇനി ഇവ തമ്മിൽ യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സൈഡ് കിട്ടി. ഇനി ഇവ തമ്മിൽ യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സൈഡ് കിട്ടി. ഇതാണ് 20 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള സമഷഡ്ഭുജം. ഓക്കെ, ഇനി നമുക്കതിൽ ഈക്വൽ അല്ലാണ്ട് ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ